ഒന്നും സ്വയമായി നമ്മുടെ അടുക്കലേക്ക് വന്ന് നമുക്ക് അനുഗ്രഹമായി ഭവിക്കുകയില്ല. ഒരു നെഗറ്റീവ് കൊണോട്ടേഷനായിട്ട് വേണമെങ്കിൽ തോന്നാം. എന്നാൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ടതിന് നമ്മൾ നല്ല യുദ്ധസേവ ചെയ്യണം. ആമേൻ. പ്രൈസ് ഗോഡ്. ക്രിസ്തീയവിധം രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, പിന്നെ ഫ്ലാറ്റായിട്ട് പോവുക എന്നുള്ളതല്ല. ആമേൻ. ക്രിസ്ത്യ ജീവിതം പോരാട്ടങ്ങളുടെ ജീവിതമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം എന്താണ്? നമ്മളെ നമ്മുടെ വാഗ്ദത്തങ്ങളിൽ നിന്ന് അജ്ഞത കൊണ്ടോ മറ്റ് വൈകാരികമായ സാത്താന്യ തലം കൊണ്ടോ, ഉദാഹരണം ഭയം, സംശയം, നിരാശ, ദുഃഖം, ഇങ്ങനെ അതിര് കവിയുന്ന അൺകൺട്രോളബിളായ ഇമോഷൻസ് കൊണ്ട് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന്, വാഗ്ദത്തത്തിൽ നിന്ന് അകറ്റുന്ന ഒരു വലിയ സേന ജാഗരൂകരായി പ്രവർത്തിക്കുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതി, ഇത് അവസാന കാലം, അന്ത്യകാലമെന്നറിഞ്ഞ് നിങ്ങൾ എന്താണോ ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് അധികം ഉത്സാഹത്തോട് ചെയ്യേണ്ടതാകുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ. എല്ലാ ദൈവമക്കൾക്കും കർത്താവ് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി കർത്താവ് പ്രവാചകന്മാരെ ഉപയോഗിക്കാറുണ്ട്. അവർ നമ്മളെ നോക്കിയോ വിരൽ ചൂണ്ടിയോ തലേ തൊട്ടോ ഒക്കെ വാഗ്ദത്തങ്ങൾ പറയും. നല്ല ചില വ്യക്തികളുടെ ജീവിതത്തിലെങ്കിലും പ്രവാചകന്മാർ വേണ്ട പോലെ ഗവനിക്കാതെ പോകാറുണ്ട്. അത് അവരുടെ അന്നത്തെ സന്ദേശത്തിൻ്റെ പ്രാധാന്യം കൊണ്ടോ നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ ഒക്കെ ആകുവാനും സാധ്യതയുണ്ട്. എന്നാൽ പ്രവാചകന്മാരുടെ വാക്യം ഇരുണ്ട ഒരു സ്ഥലത്ത് ഒരല്പം മെഴുകുതിരി വെട്ടം പോലെ ഇരിക്കുമ്പോൾ ഇതാ ദൈവവചനം 31,000 പ്രവചന വചനമായി നമ്മുടെ മധ്യേ പകൽ പ്രകാശിക്കുന്ന സൂര്യൻ പോലെ നിൽക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്കിലും നമുക്ക് നമ്മുടെ പുസ്തകത്തിലെ പേഴ്സണൽ ബൈബിളിൽ നിന്ന് ഒരു വചനത്തെ പ്രവചനമാക്കാൻ പ്രയാസമാണ്, മടിയാണ്. അതിനോടല്ല താല്പര്യം. നമ്മുടെ താല്പര്യം എന്തുവാ? അങ്ങ് ദൂരേന്ന് പ്രശസ്തനായ ഒരു പ്രവാചകൻ വന്ന് സഭാമധ്യേ നമ്മുടെ തലയിൽ കൈവച്ച് കുലുക്കി, അല്ലേ? നയമാൻ അങ്ങനല്ലേ പറഞ്ഞേ, ഞാൻ വിചാരിച്ചു ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ. പ്രവാചകൻ വെളിയിലിറങ്ങി എൻ്റെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ കൈയിട്ട് ആട്ടി 2-3 മന്ത്രവാദത്തിൽ പറയുന്ന പോലെ 2 മന്ത്രോച്ചാരണമൊക്കെ ചെയ്ത് എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പ്രവാചകൻ എന്താ പറഞ്ഞേ? പോയി യോർദാനിൽ 7 പ്രാവശ്യം കുളിച്ചു പോകാൻ പറഞ്ഞു, കയറി പൊക്കളം പറഞ്ഞു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഈസി ആയി പോയത് കൊണ്ട് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ചിലർക്ക് ഇതിൽ നിന്ന് വാഗ്ദത്തങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ദൈവവചനത്തെ മന്നയെ കൊണ്ടാണ് ഉപമിച്ചിരിക്കുന്നത്. മന്ന പ്രഭാതത്തിലാണ് പെയ്യുന്നത്. മന്ന ഒരു നട്ടുച്ചയാകുമ്പോൾ അതിനെ മഞ്ഞിൽ കവർ ചെയ്ത് അയച്ചിരിക്കുന്നതിനാൽ ആ മഞ്ഞ് ഉരുകി മാറിയാൽ മന്ന എക്സ്പോസ്ഡ് ആയി പോകും. മന്ന എക്സ്പോസ്ഡ് ആയാൽ അത് കിടന്നിടത്ത് കിടന്ന് കൃമിക്ക് ഇരയായി പോകും. സ്തോത്രം. അങ്ങനെ ഒരു പ്രശ്നം മന്നയ്ക്കുണ്ട്. മന്ന എന്ത് ചെയ്യണം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പെറുക്കണം. അതിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒരു ഈ എഡിബിളാക്കി മാറ്റണം. ദോശയോ അപ്പമോ ചോറ് പോലെയോ ഒക്കെ പുഴുങ്ങിയോ ചുട്ടോ അരച്ചോ പൊടിച്ചോ ഒക്കെ അതിനെ ഒരപ്പമാക്കി, അല്ലെങ്കിൽ അത് അതിൻ്റെ കൃമിക്ക് ഇരയായി പോകുന്ന വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കൂ, ഇത് ഇടിക്കണമെങ്കിൽ, പൊടിക്കണമെങ്കിൽ, പുഴുങ്ങണമെങ്കിൽ അതിന് പണി ചെയ്യണം. അതുമാത്രമല്ല, ഒരിടങ്ങഴി മന്ന പെറുക്കിയാൽ ഒരിടങ്ങഴി മന്ന കാണത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മന്ന ഏതിൽ പൊതിഞ്ഞാ വന്നേക്കുന്നത്? പണ്ടൊക്കെ നമുക്ക് ഡീഫ്രോസ്റ്റ് ഇല്ലാത്ത ഫ്രിഡ്ജായിരുന്നു, അല്ലേ? ഫ്രോസ്റ്റായി നിൽക്കുക. ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് ഫ്രീസറിൻ്റെ അകത്തുനിന്ന് സാധനം എടുക്കണമെങ്കിൽ ആന പണി കഴിച്ചെങ്കിൽ ചിലരൊക്കെ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് എടുത്തൊരു കാലമുണ്ട്. ഇപ്പോൾ അത് ഡീഫ്രീസിങ് ഉള്ളത് കൊണ്ട്
ഐസ് കട്ടത്തില്ല. നോർന്ന് നോക്കിയേ, ഒരു മത്തി വലിച്ചൂരാൻ വേണ്ടി ഒരു ബോക്സ് മുഴുവൻ ഐസ് എടുത്ത് മാറ്റിയ കാലമുണ്ട്. സ്തോത്രം. അതിൻ്റെ അകത്തൊരു അല്പമേ ഉള്ളൂ മത്തി, അല്പമേ ഉള്ളൂ മന്ന എന്തിൽ പൊതിഞ്ഞ? അലസന്മാരും മടിയന്മാരും ഇത് കിട്ടിയ പാടെ പെറുക്കി വാലിട്ടു. മറ്റാർക്കും കിട്ടുന്നതിന് മുമ്പേ എനിക്കും കൂടെ കിട്ടണമെന്ന് വിചാരിച്ച്. പക്ഷേ 3-ൽ 2 എന്താ കയറിയത്? 3-ൽ 1 ഉള്ളൂ മന്ന. ചിലർ അങ്ങനെ വചനം വായിക്കുമ്പോൾ 23-ാം സങ്കീർത്തനം പഠിച്ചു, 119 പഠിച്ചു, അതും പഠിച്ചു, ഇതും പഠിച്ചു, എല്ലാം പഠിച്ചു. ആവശ്യം വരുമ്പോൾ ഒന്നും വരുന്നില്ല. കയറിയത് മുഴുവൻ എന്താ? വെള്ളമാണ് കയറിയത്. ഗ്ലോറി. സ്തോത്രം, 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 സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം മഞ്ഞിൽ നിന്നും മാറ്റി അതിനെ നന്നായിട്ട് ഉരലിട്ട് ഇടിച്ച് പൊടിച്ച് ധാന്യം പൊടിക്കുന്ന പോലെ അധ്വാനിച്ചു വേണം അതിനെ ദോശയോ അതിനെ ഇഡ്ഡലിയോ അതിനെ പുട്ടോ ഒക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പമാക്കാൻ. സ്തോത്രം. അങ്ങനെ ആക്കി ഭക്ഷിക്കുന്നവന് അത് 24 മണിക്കൂർ ജീവൻ നൽകും. സ്തോത്രം, 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 സ്തോത്രം. എന്നാൽ ദൈവവചനവും അതിലുള്ള വാഗ്ദത്തങ്ങളും അതിലുള്ള പ്രവചനങ്ങളും അതിലുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾ ഭക്ഷിച്ചാൽ 24 മണിക്കൂറിൻ്റെ ബലമല്ല, നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ഒരു ജീവനാണ് ദൈവം നൽകുന്നത്. ഇതെൻ്റെ വാക്കല്ല, യേശുവിൻ്റെ വാക്കാ. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന തിന്നു, എന്നിട്ടും അവർ പട്ടുപോയി. സ്തോത്രം. അപ്പം മന്ന ജീവന്റെ അപ്പമാണ്. മന്ന ആകാശത്തിൽ നിന്ന് പൊഴിഞ്ഞതാണ്. മന്ന ശക്തന്മാരുടെ ആഹാരമാണ്. മന്ന ദൂതന്മാരുടെ ഭോജനമാണ്. പക്ഷെ മന്ന തിന്നവരെല്ലാം പട്ടുപോയി. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അപ്പമോ അത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതാണ്. എന്താണ് യേശു തരാനിരുന്ന അപ്പം? എന്താണ് യേശു തരുമെന്ന് പറഞ്ഞ അപ്പം? എന്താണ് യേശു തന്ന അപ്പം? അത് ദൈവത്തിൻ്റെ വചനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി പോരാട്ടം കഴിച്ച ദൈവപുരുഷന്മാരെയാണ് നമ്മൾ വീരന്മാരായ വിശ്വാസത്തിൻ്റെ ഉയർന്ന നിലയിൽ കാണുന്നതെല്ലാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, വിശുദ്ധ ജോൺ മാർക്ക് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അനേക സംഭവങ്ങളെ കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും യായിറോസിൻ്റെ മകളുടെ ദീനവും അതിൻ്റെ കാഠിന്യവും അവൾ മരിച്ചതും പിന്നീട് യേശു കർത്താവ് അവളെ ഉയർപ്പിച്ചതുമാണ് പ്രധാനമായിട്ടുമുള്ളത്. എങ്കിലും ഈ സംഭവങ്ങളുടെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ ഒരു പ്രശ്നം കയറി വരികയാണ്. അതെൻ്റെ 25-ാമത്തെ വാക്യം മുതലാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീയെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ, അല്ലെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് വർദ്ധിപ്പിക്കുകയാണ്. അതിലൊന്നും ഒരു നന്മയില്ല. ഒന്നാമത് 12 വർഷമായി അവളൊരു പ്രശ്നത്തിൽ കിടക്കുകയാണ്. 12 വർഷമായി ഏതെങ്കിലും പ്രശ്നത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം വർഷം നമ്മൾ ആ പ്രശ്നത്തോട് കാണിച്ചൊരു തീവ്രത 2-ാം വർഷം കാണിച്ചിട്ടില്ല. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയില്ലായി ആ പരുവത്തിന് നിൽക്കുക. പിടികിട്ടിയോ? എന്നാൽ ഇവളങ്ങനെയല്ല. ഇവളുടെ തീവ്രത വർദ്ധിച്ചു വരിക. അതെങ്ങനെ മനസ്സിലാവും? നല്ല വസ്തുവകകളുള്ള ഒരു സ്ത്രീ ആയിരുന്നിരുന്നത്. നല്ല വൃക്ഷങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു സ്ത്രീയായത്. അവളത് മുഴുവൻ കുറച്ച് വിറ്റ് ചികിത്സ ചെയ്യുക. ആയുർവേദമായി, ഹോമിയോ ആയി, പ്രാണിക് ഹീലിംഗ് ആയി, അലോപ്പതിയായി, പിന്നെ ആ ഡോക്ടറായി, ഈ ഡോക്ടറായി, ആ ഹോസ്പിറ്റലായി, ഈ ഹോസ്പിറ്റലായി, പിന്നെ യൂട്യൂബായി, വാട്സപ്പായി, ഫേസ്ബുക്കായി, സകലതും കൈകാര്യം ചെയ്തിട്ടും ഒരു സൗഖ്യമില്ലാത്തൊരു സ്ത്രീ. എന്ന് പറഞ്ഞാൽ അവളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൻ്റെ തീവ്രത കുറച്ചിട്ടില്ല. സോദരം.
ഇപ്പോൾ ഏറ്റവും പരവശയായി നിൽക്കുകയാണ്. ആമേൻ. 12 വർഷമായി ആ പ്രശ്നത്തിനോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ. ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് സൗഖ്യം തരും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനത്തെ എൻ്റെ ജീവിതം തീരും മുമ്പ് ഞാൻ കണ്ടിരിക്കും. വീഡിയോ ഒരു പ്രാവശ്യം റിജക്ഷൻ വന്നു, 2 പ്രാവശ്യം റിജക്ഷൻ വന്നു, 3 പ്രാവശ്യം ബലം കായ്ച്ചില്ല, 4-ാം പ്രാവശ്യം നിഷ്ഫലമായി പോയി. അവളുടെ പ്രയത്നം നിർത്തിയില്ല. അവളുടെ വസ്തുവകകൾ മുഴുവനും വിറ്റു തീരും വരെ അവളുടെ പ്രവൃത്തികൾക്കൊരന്തം വന്നില്ല. അവൾ ഏറ്റവും പരവശയായിട്ടും ഒരന്തം വന്നില്ല. ഏറിയോരു വൈദ്യന്മാരാൽ പലതും സഹിച്ചിട്ടും അവൾക്കൊരു അന്തം ആ വിഷയത്തിലുണ്ടായില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ പ്രാപിച്ചിരിക്കും. നിങ്ങളും അങ്ങനെയാണോ? ഒരു പെർസിസ്റ്റന്റ് ഫെയ്ത്ത്, ഒരു പെനട്രേറ്റിംഗ് ഫെയ്ത്ത്, ഒരു കണ്ടിന്യൂസ് ഫെയ്ത്ത്, ഒരു സസ്റ്റൈനിങ് ഫെയ്ത്ത്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു വചനം കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ 2 കയ്യടിയും 3 ഹല്ലേലൂയയും ഗ്ലോറിയും ഈ പടി ഇറങ്ങുമ്പോൾ അതിൻ്റെ തീ കെട്ടുപോകുന്ന അവസ്ഥയാണെങ്കിൽ അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടത്തില്ല. ഇത് കത്തുന്നൊരു തീ പോലെ നിന്റെ ഉള്ളിൽ കിടന്ന് കത്തണം. എങ്കിൽ മാത്രമേ ഇത് നിന്നെ ആ വാഗ്ദത്തത്തിൽ എത്തിക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചേ, രസമാണ് കേൾക്കാൻ. 12 സംവത്സരമായിട്ട് 12 സംവത്സരം മീൻസ് 12 വർഷം രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു എന്ന ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇവൾ വഴിയില്ല. സ്വന്തം വീടില്ല, സ്വന്തം വസ്തുവില്ല, ആടുകളില്ല, മാടുകളില്ല, ഹസ്ബൻഡിനെ കാണാനില്ല, കുഞ്ഞുങ്ങളെ കാണാനില്ല, സകലതും ഈ വിഷയത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി. പെർസിസ്റ്റന്റ് ഫെയ്ത്ത്. എന്തു ചെയ്താൽ സൗഖ്യമാകുമെന്ന് മാത്രമുള്ളവർക്ക് അറിയാത്ത, ആരെന്തു പറഞ്ഞാലും അത് ചെയ്യാൻ അവൾ തയ്യാറാണ്. സ്തോത്രം, 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 സ്തോത്രം. അതിലൊരു വിശ്വാസത്തിൻ്റെ ലൈനുണ്ട്. ആമേൻ. നീ ഇന്ന് വരെ ചെയ്തത് പരാജയപ്പെട്ടാലും ഇന്നും ഒരു ദൈവവചനം കേട്ടാൽ അതിൻ്റെ പിന്നാലെ ചാടാൻ നീ റെഡിയാണെങ്കിൽ നീയും ഈ സ്ത്രീയും ഒരൊറ്റ വ്യക്തിത്വമോ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. നിങ്ങൾ വേദവസം ശ്രദ്ധിച്ചാൽ, വേദവസം പഠിക്കാൻ ഭയങ്കര രസമാണ്. നിങ്ങൾ വേദവസം ശ്രദ്ധിച്ചാൽ കർത്താവ് പറഞ്ഞു മുമ്പ് ഏലിയാവ് വരേണ്ടത് ആവശ്യം. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ് ഏലിയാവ് ഇനിയും വരണോ? അപ്പോൾ യേശു പറഞ്ഞു ഏലിയാവ് ഓൾറെഡി വന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞേ? സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. എന്ന് പറഞ്ഞാൽ ഏലിയാവിന് ദൈവം ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഏലിയാവിൻ്റെ ദൗത്യമായത്? ഏലിയാവാണ് ആ ദൗത്യവുമായി ആദ്യമായിട്ട് വന്നത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആ ദൗത്യം ആര് പിന്നീട് ഏറ്റെടുത്താലും അവരുടെ മേൽ വ്യാപരിക്കുന്നത് ഏലിയാവിൻ്റെ ദൗത്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മളുടെ ഗുണവും നമ്മുടെ ദോഷവും മനസ്സിലാക്കാൻ വേദപുസ്തകത്തിലെ ക്യാരക്ടേഴ്സിനെ പഠിച്ചാൽ മതി. ഞാനുണ്ടായിരിക്കും. സ്തോത്രം, സ്തോത്രം. കാരണം ദൈവത്തിന് എല്ലാ തലമുറയിലും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ദൈവരാജ്യം വിസ്തൃതമാകണം, ദൈവ ഇഷ്ടം സ്വർഗത്തിലെ പോലെ പൂർണ്ണമാകണം, ദൈവ നാമം ഉയരണം. ഇത് മാത്രമേ കർത്താവിന് ആഗ്രഹമുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ തലമുറയാകുന്ന ആദാമിൻ്റെ തലമുറയിൽ കർത്താവിൻ്റെ ദൗത്യം എന്താണോ അത് തന്നെയാണ് ഈ തലമുറയിലെ ദൗത്യം. 1-ാം തലമുറയിലോ 10-ാം തലമുറയിലോ മാനവരാശിയെ തന്ത്രപൂർവം ചതിച്ച പിശാച് തന്നെയാണ് ഇപ്പോഴും ശത്രു. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ തലമുറയിൽ നമ്മൾ ദൈവത്തിൻ്റെ ദൗത്യങ്ങളെ നിവർത്തീകരിപ്പാൻ വിളിക്കപ്പെട്ട വിളിയിൽ നമുക്ക് മുമ്പായി പോയവരുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത് സാക്ഷികളുടെ ഇത്ര
ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അത് മാത്രമാണോ, നമ്മുടെ മുൻപാകെ യേശു കർത്താവ് ജയിച്ചവനായി കടന്നുപോയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ മുറുകെ പറ്റുന്നത് എന്താണത്? പാപമാണോ, ശാപമാണോ, രോഗമാണോ, ഭാരമാണോ, ലോകമാണോ, ജഡമാണോ, സാത്താനാണോ? അതിനെ തള്ളി പിന്നിൽ തള്ളിയിട്ട് മുൻപോട്ടായുക. കാരണം മോശയും അതെ ഹാനോക്കും അതെ സാറായിയും എസ്തേറും ദെബോരയും റൂത്തുമൊക്കെ നിങ്ങളുടെ ലാപ്പിൽ നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾ ശരിയായി ഓടേണ്ടതിന് കരങ്ങളെ കൊട്ടി ക്ലാപ്പടിച്ച് കരങ്ങളെ കൊട്ടി അപ്പോൾ ചെയ്ത് നിങ്ങൾക്ക് ബലം പകർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ, ഞാനും ഈ വഴിയിൽ കൂടി ഓടിയതാ, ഞാനും ഇതിനെ ഓടിയതാ. ഞാനൊന്ന് ജയിച്ചത് പുസ്തകത്തിൽ കിടപ്പുണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ, നിനക്കും ധൈര്യമുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുമ്പോൾ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം? വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നു എൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം? ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. എനിക്കാകുലങ്ങൾ, എനിക്കാശങ്കകൾ, എൻ ഭാവിയെല്ലാം കരുതുന്ന. ആമേൻ. ഇവൾക്കിവിടെ ശാരീരികമായ പ്രശ്നമാണ്, നിനക്കുള്ളത് മറ്റൊരു തരത്തിലുള്ള പ്രശ്നമായിരിക്കും. മാനസികമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, ജോലിയിലെ പ്രശ്നമായിരിക്കാം. ആമേൻ. പ്രൈസ് ഗോഡ്. കഴിച്ചു നമ്മുടെ സഹോദരനെ വിളിച്ചു, ജോലി വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ജോലിയിലേക്ക് കയറൂ. ജഡത്തിൽ ആരെയും ഇനി വഴക്കുണ്ടാക്കരുത്, ജഡത്തിൽ ആരോടും പിണക്കം കാണിക്കരുത്. ജഡത്തിൽ ഒരു ആത്മാവ് വ്യാപരിച്ചിട്ടായി പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ബലപ്പെടുത്തി ഞാൻ. നിങ്ങൾക്ക് ജോലി പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ആത്മാവിൽ നേരിടാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തിക തലത്തിൽ അന്യായമായ പൈസ നഷ്ടം, എന്ത് കാരണം അറിയത്തില്ല, എല്ലാ മാസവും പൈസ നഷ്ടം, നമുക്കതിനെ ആത്മാവിൽ നേരിടാൻ കഴിയും. സ്തോത്രം. ആമേൻ. സമാധാനത്തിൽ ചോർച്ച, സന്തോഷത്തിൽ നഷ്ടം. പ്രൈസ് ഗോഡ്. നമുക്കതിനെ ആത്മാവിൽ നേരിടാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ 12 സംവത്സരമായി രക്തസ്രവം ഉള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന. ഇവളുടെ പ്രശ്നം എന്തോ ആക്ച്വലി? വാട്ട് ഈസ് ഹർ ഇഷ്യൂ? ബ്ലീഡിങ്. ഈ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ അതിന് ടെക്നിക്കലി എന്താ ചിന്തിക്കേണ്ടത്? ജീവനാണ് ബ്ലഡ്. രക്തത്തിലാണോ മനുഷ്യരുടെ ജീവൻ അടങ്ങിയിരിക്കുന്നത്? സകല ജീവജാലങ്ങളുടെയും ജീവൻ അടങ്ങിയിരിക്കുന്ന രക്തത്തിലാണ്. അപ്പം ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനായി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പോകുന്ന വഴിയിൽ പെട്ടെന്ന് കള്ളന്മാർ അവനെ ആക്രമിച്ചു. അവൻ്റെ വസ്തുവകളെല്ലാം എടുത്തു. അവനെ അർത്ഥപ്രാണനായി, മുറിഞ്ഞവനായി, മുറിവേറ്റവനായി വിട്ട് പോയി കളഞ്ഞു. അവൻ്റെ മുന്നിൽ കൂടി ശമര്യക്കാരൻ ചെല്ലുമ്പോൾ അവൻ അർത്ഥപ്രാണന, ജീവൻ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. He was bleeding unto death. Amen. ഇതാണ് പിശാചിൻ്റെ പദ്ധതി. നിന്റെ ജീവനെ, നിന്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ബലമായ ജീവനെ, നിന്റെ വിശ്വാസത്തെ, നിന്റെ നീതിയെ, നിന്റെ ധൈര്യത്തെ ചോർത്തിക്കളയുക. ഗ്ലോറി. ശാരീരികമായ ബ്ലീഡിങ്ങിനെയൊക്കെ ചികിത്സിക്കാൻ കൃപയാൽ ഇന്ന് ടെക്നോളജി ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. എന്നിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അല്ലാതെ നമുക്ക് വിടാം, അതല്ല വിഷയം ഇവിടെ. നിന്റെ സന്തോഷത്തെ, നിന്റെ സമാധാനത്തെ, നിന്റെ കംഫോർട്ടിനെ, നിന്റെ നന്മയെ, സ്തോത്രം, നിന്റെ സ്നേഹത്തെ
ചോർത്തിക്കളയാണ്. ഗ്ലോറി 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 ഗ്ലോറി. 12 വർഷമായി. ഇന്ന് ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് വിടുതൽ സംഭവിക്കും. പക്ഷെ ഇതുവരെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് അറിയോ? ഇതുവരെയും കർത്താവിന് സമയമാകാനായിട്ടൊന്നുമല്ല. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ മല്ലയുദ്ധം ചെയ്താലേ പറ്റൂ. സ്തോത്രം ചെയ്താൽ മാത്രം പോരാ. സ്തോത്രം ചെയ്യുന്ന നല്ലതാ, വാഗ്ദത്തം പ്രാപിപ്പാൻ. സ്തുതിക്കുന്ന നല്ലതാ, ഹല്ലേലൂയ പറയുന്നത് നല്ലതാ, ആരാധിക്കുന്നത് നല്ലതാ, പ്രാർത്ഥിക്കുന്നത് നല്ലതാ, ഉപവസിക്കുന്നത് നല്ലതാ. എന്നാൽ അതിൻ്റെ കൂടെ ഈ തലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സ്തുതി ഒരു യുദ്ധമാകണം. നിങ്ങളുടെ ആരാധന ഒരു യുദ്ധം കൂടിയാകണം. നിങ്ങളുടെ പ്രാർത്ഥന ഒരു യുദ്ധം കൂടിയാകണം. നിങ്ങളുടെ ഉപവാസം ഒരു യുദ്ധമാകണം. എനിക്കെൻ്റെ വാഗ്ദത്ത നിവൃത്തി വേണം. ഞാൻ ദൈവ പൈതലാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തതാണ്. അത് എന്നിൽ നിന്ന് എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല. ഗ്ലോറി 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 ഗ്ലോറി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. പ്രത്യേകിച്ച് 50 വയസ്സിന് മേൽ പ്രായമുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങളാണ് ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഒരു ദിവസം പോലും വാഗ്ദത്ത നിവൃത്തിയില്ലാതെ നിങ്ങളുടെ മേൽ സൂര്യൻ അസ്തമിക്കാൻ അനുവദിക്കരുത്. അപ്പം നമ്മളാണ് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ നിൽക്കുന്നത്. 50 വർഷം നമ്മുടെ അത് പോയി, നഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ 50 വർഷം ഇനി തിരികെ വരത്തില്ല. ഇനി എത്ര വർഷം ഉണ്ടെന്ന് അറിയത്തില്ല. ഓരോ ദിവസവും വാഗ്ദത്ത നിവൃത്തീകരണത്തിൻ്റെ ദിവസമായിരിക്കണം. ആമേൻ. ഗ്ലോറി. ആ കാലേബിൻ്റെയൊക്കെ ആത്മാവ് വേണം. വയസ്സ് 85, 40ാമത്തെ വയസ്സിൽ ഒരു വാഗ്ദത്തം ലഭിച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ 40 വർഷമായിട്ട് അതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ കുഴപ്പമല്ല, അവൻ്റെ കൂടെ നിന്നവർ അവനെ സപ്പോർട്ട് ചെയ്തില്ല. ഒരു കമ്മ്യൂണിറ്റി വാഗ്ദത്തമാ അത്. ഏത്? അനാക്യമല്ലന്മാരെ തകർക്കണം. അത് കമ്മ്യൂണിറ്റി കൂടെ നിൽക്കാഞ്ഞതിനാൽ തനിക്ക് തന്നെ പോകാൻ ഒക്കുന്നതല്ലത്. സഭ ഒരുമിച്ച് നിൽക്കേണ്ടതാ. വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടില്ല. എന്നാൽ യോശുവയുടെ പുസ്തകത്തിൽ കാലേ പറയുക, എനിക്ക് ആ വാഗ്ദത്തം എനിക്ക് വേണം. എൻ്റെ കണ്ണടയും മുമ്പ് ഞാനത് പ്രാപിച്ചിട്ടേ ഈ ലോകത്തിൽ നിന്ന് പോകൂ. ഞാൻ അവിടുത്തെ വെള്ളം കുടിക്കും, ഞാൻ അവിടുത്തെ ഈന്തപ്പഴം കഴിക്കും, ഞാൻ അവിടുത്തെ മുന്തിരി അനുഭവിക്കും, ഞാൻ അവിടുത്തെ അത്തിപ്പഴം കഴിക്കും, ഞാൻ അവിടെ വീട് കെട്ടി പാർക്കും. ആ മല ഞാൻ യുദ്ധം ചെയ്തു പിടിക്കും. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഒരു യോദ്ധാവിനെ പോലെ ആയിരിക്കണം, ഒരു യാചകനെ പോലെ ആകരുത്. കാരണം ദൈവം നിങ്ങൾക്ക് തന്നതാണെങ്കിൽ, ദൈവം അതിൻ്റെ കൂടെ നിനക്ക് ആയുധങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം അതിൻ്റെ കൂടെ നിനക്ക് ദൈവത്തിൻ്റെ സകല സൃഷ്ടിപ്പിനെയും അനുകൂലമാക്കിയിട്ടുണ്ടെങ്കിൽ, നീ ആ വാഗ്ദത്തം അനുഭവിക്കുക തന്നെ ചെയ്യും. പറ, ഞാൻ ആ വാഗ്ദത്തം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞേ. ഞാൻ ആ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. ഞാൻ ആ സമ്പത്ത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ആ കൈ കൊണ്ട് ആ കാര്യം കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. ഒന്ന് പറഞ്ഞേ. എന്നാൽ അതിൽ നിന്ന് നിന്നെ തടയുന്ന ഒരു വലിയ ഗവൺമെന്റ് തന്നെയുണ്ട്. അധികാരങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, സാത്താൻ്റെ കീഴിൽ ഗവൺമെന്റ് ഉണ്ട്. കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ ഇങ്ങനെ കിടക്കുക. പ്രഭുക്കന്മാരുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞതുപോലെ നിന്റെയും പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന, നിന്റെയും വാഗ്ദത്തങ്ങളെ തടയുന്ന, നിന്റെയും സൗഖ്യത്തെ തടയുന്ന, നിന്റെയും വിടുതലിനെ തടയുന്ന ഒരു ഗവൺമെന്റ്, ഈവിൾ ഗവൺമെന്റ് ഉണ്ട്. ഗ്ലോറി. 12 വർഷമായി രക്തസ്രാവം, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇവിടെ മുഴുവൻ നെഗറ്റീവ് ആണെങ്കിലും ഈ പിശാചു അവൻ്റെ മുഴുവൻ സൈന്യവും അവൻ്റെ ആയുധങ്ങളും ശ്രമിച്ചിട്ട്
12 വർഷമായി ഇവൾ റെഗുലറായിട്ട് ബ്ലീഡ് ചെയ്തിട്ടും കൊന്നില്ലല്ലോ. നമ്മൾ ഒരു ദിവസം കേട്ടല്ലോ, നമ്മുടെ ബിബിനെ ആൻസിയൊക്കെ കൊണ്ടുവന്നൊരു മോടെ അമ്മച്ചി 30 വർഷമായിട്ട് ക്യാൻസറാ. അവൾ 300 വർഷമായി ക്യാൻസർ ആണെങ്കിലും കൊല്ലാൻ പിശാചിന് അധികാരമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്. നീ പരവശയാകും, നീ ഏറിയോനെ സഹിക്കും, ഉള്ളത് നഷ്ടപ്പെടുത്തും, രക്തം വാർന്നുകൊണ്ടിരിക്കും. പക്ഷേ നിന്റെ ജീവൻ യഹോവയുടെ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസത്തിൻ്റെ എന്നെ ഡയറക്റ്റ് പ്രസംഗം നടത്തുന്നത്. മിക്കപ്പോഴും വിശ്വാസത്തിൻ്റെ സൈഡ്സ് ഒക്കെ പറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അത് അതും കൂടെ അറിയാൻ വേണ്ടി വിശ്വാസത്തിന് വേണ്ടി വാഗ്ദത്തത്തിന് വേണ്ടി പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഒന്നാമത്തെ കാര്യം, എന്തൊക്കെയാണ് നമ്മുടെ വാഗ്ദത്തം നമുക്ക് അറിയത്തില്ല. വളരെ സിമ്പിളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ മക്കളാകുവാൻ അധികാരം. ഒന്ന്, ഈ ലോകത്തിൽ ജീവൻ നിന്റെ ഇവിടുന്ന് ശരീരത്തിൽ നിന്ന് വേർപെരും വരെ നീ ഒരു ദൈവ പൈതലായി, നീ ഒരു അഭിഷിക്തനായി, നീ ഒരു അഭിഷിക്തയായി, ദൈവത്തിൻ്റെ പുത്രനായി തല ഉയർത്തിപ്പിടിച്ച് ശംഖു വിരിച്ച് നീ ജീവിക്കും. ഗ്ലോറി, നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. 12 വർഷമായി രക്തസ്രാവമായി ഏറിയോരെ വൈദ്യന്മാരെ സഹിച്ചു. വായിച്ചേ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഈ ഒരുമാതിരിപ്പെട്ട കേസെല്ലാം ഈ രോഗികൾ യേശുവിന്റെ അടുക്കൽ ചെന്ന് നിർബന്ധപൂർവം, കർത്താവേ ദയവായി എന്നെ സൗഖ്യമാക്കണം എന്ന് പറയുമ്പോൾ സൗഖ്യമാക്കുന്ന കേസുകളാണ് മിക്കവാറും കാണുന്നതെല്ലാം. എന്നാൽ അല്ലാത്ത കേസും ഉണ്ട്. അത് വായിക്കുമ്പോഴേ രസം. യേശു കർത്താവ് ബോട്ട് പിടിച്ച് അക്കരെ പോവാ. എന്താ കാര്യം? അവിടെ ഒരു മനുഷ്യൻ, അവനെ ഇരുമ്പ് ചങ്ങല കൊണ്ടാണ് ബന്ധിച്ചേക്കുന്നത്. പക്ഷെ അവനെ മിനിറ്റ് കൊണ്ടത് ഉരുമി ഉടച്ച് സ്വതന്ത്രനാവും. അവൻ്റെ സ്ഥിരം പണി എന്തോ കല്ലറകളിൽ പാർക്കുക. ഇന്നത്തെക്കാൾ കല്ലറകളിൽ ഭൂതമുണ്ടെന്ന് വിശ്വാസം അന്നുണ്ടായിരുന്നു. അവൻ്റെ വേറെ പണി എന്തുവാ? കല്ലുകൊണ്ടും മറ്റ് കൂർത്ത വസ്തുക്കൾ കൊണ്ട് ശരീരത്തെ മുറിവേൽപ്പിക്കുക. ഇത് തന്നെയാണ് കൊല്ലാൻ ശ്രമിക്കുക. ഗ്ലോറി. നഗ്നനായി നടക്കുക. ഒരുപക്ഷെ ഒരു നല്ല അപ്പൻ്റെ, നല്ല അമ്മയുടെ, നല്ല കുറേ മൂത്ത പെങ്ങന്മാരുടെ, ഇളയ അനിയത്തിമാരുടെ, മൂത്ത ഏട്ടന്മാരുടെ, ഇളയ അനിയന്മാരുടെ ഇട്ടയിൽ ജനിച്ചൊരു കുഞ്ഞാണെന്നിരിക്കട്ടെ. സ്കൂളിലേക്ക് പോയി നല്ലതായിട്ട് അപ്പനെയൊക്കെ അനുസരിച്ച് അമ്മയൊക്കെ അനുസരിച്ച് ഇങ്ങനെ വരകെ എന്തോ ഒരു തെറ്റ് ചെയ്യാൻ അവനെ ഒരു ഭൂതം സ്വാധീനിച്ചു. അവനത് ചെയ്തു. ആരും പിടിച്ചില്ല, ആരും കണ്ടില്ല. അവന് തുടരെ ചെയ്തു, അല്ലെ അവളത് തുടരെ ചെയ്തു. ഇങ്ങനെയാണ് പാപം വരുന്നത്. അനേക ദിവസങ്ങളിലെ ചിന്തകളിൽ നിന്നാണ് ഒരു പാപത്തിൻ്റെ തീരുമാനം വരുന്നത്. അനേക ദിവസങ്ങളിലെ തീരുമാനങ്ങളുടെ ഫലമാണ് ഒരു പാപത്തിൻ്റെ പ്രവൃത്തി. എനിക്ക് രസകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, നിങ്ങളങ്ങനെ ചിന്തിച്ചോളൂ എനിക്കറിയത്തില്ല. മിക്കവാറും ഈ കൊലപാതകവും മോഷണവും വലിയ ബാങ്കുകളുടെയും അല്ലെ വ്യഭിചാരവും റേപ്പും ഒക്കെ നടത്തി ഈ ഭീകരന്മാരുണ്ടല്ലോ, ഇവർ തത്ത പറയുന്ന പോലെ പോലീസിന് മുമ്പിൽ പറയുന്നത്. എനിക്കതാ മനസ്സിലാകാത്തത്. ഒരു 2 ദിവസം മുമ്പായി ഇവനൊരു ഭീകരനായി 10 പേരെ കൊന്നത്. പക്ഷെ പോലീസ് പിടിക്കുമ്പോൾ തെളിവെടുപ്പിന് വരുമ്പോൾ എല്ലാ കാര്യം. അപ്പം എന്താ, ഇവനിപ്പോൾ സുബോധമുണ്ട്, അന്നേരം സുബോധം ഇല്ലായിരുന്നു. ഇവനല്ല ചെയ്ത്, ഇവനെ കൊണ്ട് ഭൂതം ചെയ്യിപ്പിച്ചതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാപത്തിന് രക്ഷപ്പെടാൻ ഒരു മാർഗം പറയാം. ഇതെന്നായാലും പിടിക്കപ്പെടും. 2 ദിവസത്തെ ജീവനെ എനിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. എനിക്കൊരു ജയിൽ ശിക്ഷയുണ്ട്. ഞാൻ നാണം കെടും, ഞാൻ വിലങ്ങ് വെക്കപ്പെടും, ഞാൻ അഴിക്കുള്ളിലാകും എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക് രക്ഷപ്പെടാൻ. ഗ്ലോറി. ദൈവതങ്ങൾക്കോ എനിക്കൊരു ന്യായവിധിയുണ്ട്. ഞാൻ മരിച്ചാലും ദൈവം എന്നെ ജീവിപ്പിച്ച് അന്തിമ ന്യായവിധി നടത്താതെ എന്നെ വിടത്തില്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ നോക്കാൻ ഒരു ഗവൺമെൻറ്റും ഇല്ലെങ്കിലും, എന്നെ പിടിക്കാൻ ഒരു പോലീസും ഇല്ലെങ്കിലും, എൻ്റെ മീതെ അത്യുന്നതമായ ഒരു ഗവൺമെൻറ് ഉണ്ട്. ഒരു ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ സകല പാപവും മാറിപ്പോവും. ഹാനോക്ക് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കാരണം എന്താ അറിയോ?
ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള വെളിപ്പാടാണ്. പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? നമുക്കൊരു ന്യായവിധി ഇല്ല എന്നുള്ള ചിന്തയാണ്. ഗ്ലോറി, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ലഗ്യോൻ 1 ചെയ്തു, ഒരു ഭൂതം കയറി കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 ചെയ്തു, 3 ചെയ്തു, 4 ഭൂതമായി, അത് 10 12 യേശുവിനെ കാണുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2000 ഭൂതം ഉണ്ടെന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ലീജിയൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി വേർഡാണ്. എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കാർ ഇത് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ലീജിയൻ. പ്ലാറ്റൂൺ, ഒരു കമ്പനി എന്നൊക്കെ പറയുന്ന പോലെ, ഒരു റെജിമെൻറ്റ്. എനിക്കൊന്ന് ഇന്ത്യയിലെ ആ വാക്ക് റെജിമെൻറ്റ്, മദ്രാസ് റെജിമെൻറ്റ്, പഞ്ചാബ് റെജിമെൻറ്റ്, നേപ്പാൾ റെജിമെൻറ്റ്. അപ്പോൾ ഒരു റെജിമെൻറ്റിൽ എത്ര പേരുണ്ടാകണം എന്നുള്ളത് ആ ഗവൺമെൻറ് തീരുമാനിക്കുക. അത് 500 ആകാം, 1000 ആകാം, 2000 ആകാം, 4000 ആകാം, 7000 ആകാം, 12000 ആകാം. പിടിയോ? എന്നാൽ ഇവിടെ 6000 എന്ന് പറയാൻ കാരണം അവിടുത്തെ റോമൻ റെജിമെൻറ്റിൻ്റെ അകത്തുള്ള സംഖ്യ 6000ആണ്. പിടിയോ? അപ്പോൾ ഇവൻ്റെ അകത്ത് ഇനി പന്നിനെ കണക്ക് നോക്കിയാൽ 2000 പന്നി എത്തുന്ന ഒരു 2000 ഭൂതമെങ്കിലും കുറഞ്ഞത് ഉണ്ട്. 2000 ഭൂതം ശ്രമിച്ചിട്ടും ഓർത്ത് നോക്കിയേ. അതിൽ കൊലപാതകം നടത്തുന്ന ഭൂതം, വ്യഭിചാരം നടത്തുന്ന ഭൂതം, ആത്മഹത്യയുടെ ഭൂതം, ഇതെല്ലാം കടന്ന് ഉച്ചയും കുത്തി രാവും പകലും കളിച്ചിട്ടും ഇവനെ ഒന്ന് ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ ഒത്തില്ല. അപ്പോൾ ആർക്കാ ബലം? മനുഷ്യൻ്റെ ആത്മാവിന് ഭൂതങ്ങളുടെ ആത്മാവിനേക്കാൾ വലിയ ബലമുണ്ട്. നീ ഏറിയോന് സഹിച്ചു എന്നുള്ള ചിന്ത വിട്ടിട്ട് നീ ഇന്നും ജീവിക്കുന്നു. നീ പരവശയായി എന്നുള്ള ചിന്ത വിട്ടിട്ട് നിനക്കിന്നും ജീവനുണ്ട് എന്ന് ചിന്തിക്ക. ആ ഭാഗം വായിക്കണം. ഏറ്റവും പരവശയായ ഒരു സ്ത്രീ, 25 മുതലാണ് 5-ാം അധ്യായത്തിൻ്റെ ഏറ്റവും പരവശയായ ഒരു സ്ത്രീ. റോമാലേഖനത്തിൽ അപ്പോസ്തലനാകുന്ന ധന്യനായ ശ്ലീഹ പൗലോസ് നമ്മളോട് വിശ്വാസത്തിൻ്റെ ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? എനിക്ക് ഭയങ്കര വിശ്വാസമായെന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാകത്തില്ല. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? ഈ കാര്യത്തിലുണ്ട്. അവൾ എന്ത് ചെയ്തു? ആദ്യം കേട്ടു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇച്ചിരി രസം, മലയാളത്തിൽ ഉണ്ട്, എന്നാൽ മലയാളത്തിൽ മനസ്സിലാകത്തില്ല. വിശ്വാസം എന്താണ്? അതൊക്കെ വിശ്വാസം എന്താണ്? വിശ്വാസം എന്താണ്? നോ 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 വിശ്വാസം എന്താണ്? നമ്മളൊരു ലൈൻ ആയില്ല ഇതുവരെ. വിശ്വാസം വരുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം വരുന്നതിന് മുമ്പ് എന്താ സാധ്യത? അവിടെ പിടിക്കുക. എനിക്ക് അപ്പോസ്തലൻ്റെ വിശ്വാസമില്ലെന്ന് ഒരു കുഴപ്പമില്ല. വിശ്വാസം എന്താണ്? ഞാനിപ്പോൾ പ്രശ്നം അനുഭവിക്കുന്ന വിഷയത്തിൽ എൻ്റെ വിശ്വാസം വന്നിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. സ്വതന്ത്രം ചെയ്യേ. എപ്പോഴാണ് വരുന്നത്? ഇന്ന് സോണി ഒരു സാക്ഷ്യം പറഞ്ഞു കേട്ടോ. നീ വീട് കെട്ടിപ്പാർക്കും എന്ന ഒരു വചനം തനിക്ക് കിട്ടിയപ്പോൾ മുറുകെ പിടിച്ചു. നിന്റെ വിഷയത്തിൽ നിനക്കൊരു വചനമുണ്ടോ? നിന്റെ വിഷയത്തിൽ വിതയ്ക്കാൻ വചനമുണ്ടോ? നീ കണ്ടമുടച്ചു, പലക അടിച്ചു, വെള്ളമിട്ടു, വരമ്പ് കെട്ടി, എവറിതിങ് ഈസ് റെഡി. പക്ഷെ വിതയ്ക്കാൻ വിത്തില്ലെങ്കിൽ വല്ലതും കിളിക്കുമോ? കള കിളയ്ക്കും. കള വേറെ ഒന്നും കിളിക്കത്തില്ല. നെല്ല് വിതയ്ക്കണം, ഗോതമ്പ് വിതയ്ക്കണം, തിന വിതയ്ക്കണം, ചോളം വിതയ്ക്കണം. വിതയ്ക്കാൻ നിനക്ക് ദൈവത്തിൻ്റെ വചനം വേണം. അപ്പൊ എന്ത് വേണം? ഇന്ന് മുതൽ ചെന്ന പുസ്തകം തുറന്ന് വായിക്കണം. ബൈബിള് വായിക്കുമ്പോൾ ഇതുവഴിയല്ല, ഇതുവഴി കേൾക്കും. ഇതുവഴി കേട്ടത് മറന്നുപോകും, ഇതുവഴി കേൾക്കുന്നത് മറക്കത്തില്ല. ഞാനൊരിക്കൽ നമ്മുടെ ആഷ്ലിയുടെയൊക്കെ വീട്ടിൽ, അതായത് അവരുടെ നാട്ടിലെ വീട്ടിൽ, ആഷ്ലിയോടുള്ള ബന്ധം തന്നെ, ആഷ്ലിയുടെ 1ാമത്തെ ബർത്ത്ഡേക്ക് 2ാമത്തെ ബർത്ത്ഡേക്ക് കണ്ട് അവരുടെ വീട്ടിൽ ആഘോഷിച്ചപ്പോൾ
എന്നെ വിളിച്ചിരുന്നപ്പോൾ ഒരു ചെറിയ മീറ്റിംഗ് നടത്തി പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി. ഞാനന്നൊരു പ്രസംഗം പ്രസംഗിച്ചു. ലിയായെക്കുറിച്ചും റേച്ചലിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചത്. ആ പ്രസംഗം 10-20 വർഷം കഴിഞ്ഞ് അവിടുത്തെ ഒരു അമ്മാമ എന്നോട് പറഞ്ഞു, ജെയ്മേ ഞാൻ ഇന്നത് ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എത്ര പ്രസംഗം നമ്മൾ പ്രസംഗിച്ചു, പുള്ളിക്കാരി എത്ര പ്രസംഗം കേട്ടു. ചിലത് അങ്ങോട്ട് കയറി വന്നു, ചിലത് ഹൃദയത്തിൽ കയറി അങ്ങ് ഇരിക്കുമെന്ന്. അത് വിത്ത, അത് ധാന്യമല്ല, അത് വിത്ത. അങ്ങനെ ചിലത് അങ്ങോട്ട് കയറണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇവൾ കേട്ടു, ആരോ പറഞ്ഞു കേട്ടു. ശ്രദ്ധിക്കൂ, നീയും പറയാൻ ബാധ്യസ്ഥയാണ്, പറയാൻ ബാധ്യസ്ഥനാണ്. പറയുന്നില്ലെങ്കിൽ കേൾക്കാനുള്ള കാതുകൾ കേൾക്കാതെ പോകും. നീ പറയണം, പറയണം, പറയണം. പറയണമെങ്കിൽ പോകണം, പോകണമെങ്കിൽ അയക്കണം. അയക്കാനും പോകാനും പറയാനും അവർ കേൾക്കാനും അവർ കർത്താവിനെ അറിയാനും നിന്നാൽ സാധ്യമാകട്ടെ. വിശ്വാസം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്റ്റ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ നിന്ന് നിൽക്കത്തുള്ളൂ. വായിച്ചു. അവൾ കേട്ടു. കേട്ടപ്പോൾ അവൾ എന്ത് പറഞ്ഞു? കേട്ടപ്പോൾ ഉടനെ ആക്ഷൻ. കേട്ടു, അകത്ത് പതിഞ്ഞു. കേട്ടോ, പതിഞ്ഞപ്പോൾ അവളുടെ ആക്ഷൻ, ഞാൻ എന്നെ അവൻ്റെ മുമ്പാകെ പ്രസന്റ് ചെയ്യും. അല്ലേ? എന്താ അവൾ പറഞ്ഞേ? വായിച്ചേ. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാലെന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും അൾട്ടിമേറ്റ്ലി അവൾ എന്താ? ഞാൻ അവൻ്റെ അടുക്ക ചെല്ലും. നമുക്കത് ഈസിയായിട്ടോ, അവൾക്കത് ഈസിയല്ല. അവൾ ഒന്നാമത് യഹൂദ സ്ത്രീയാണ്. യഹൂദ സ്ത്രീക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവൾ പുരോഹിതനോട് പോയി പറയണം. അന്ന് മുതൽ അവൾ അശുദ്ധയാണ്. അന്ന് മുതൽ അവളുടെ കമ്മ്യൂണിറ്റി അവളെ വീട്ടിൽ കയറത്തില്ല, പാളയത്തിന് പുറത്താക്കും. കുഷ്ഠരോഗം പോലെ അറിയപ്പെടുന്ന സാധനമാണ് അശുദ്ധി. പ്രസവത്തിനും മെനസ്ട്രൽ സൈക്കിളിനും പോലും ആലയത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല വചനപ്രകാരം. അപ്പോൾ ഇവൾക്ക് റെഗുലർലി ബ്ലീഡിങ്ങാണ്. ഇവളെ കയറാൻ നോക്കൂ. ആലയത്തിൽ മാത്രമല്ല, അഭിഷിക്തന്മാരുടെ കൂടെ നടക്കാൻ പാടില്ല, പൊതുജനത്തിനൂടെ നടക്കാൻ പാടില്ല. അപ്പോൾ അവൾ ചെന്ന് തൊടു എന്ന് പറഞ്ഞത് ഒരു സംഭവം തന്നെ. അവളുടെ അന്നത്തെ സകല മത നിയമങ്ങളെയും അവൾ കട്ട് ചെയ്തു വിശ്വാസത്താൽ. മതത്തേക്ക് അനുസരിക്കണം ഒരു പരിധി വരെ, പക്ഷെ മതത്തെ അനുസരിച്ചിട്ട് നിന്റെ വിഷയത്തിന് വിടുതലില്ലെങ്കിൽ നീ തന്നെ ചവിട്ടി അങ്ങോട്ട് കയറണം. യേശു കർത്താവിൻ്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെടാൻ നോക്കൂ. യേശു കർത്താവ് ഒന്നാമത് ഭയങ്കര ഫാസ്റ്റ് വോക്കറാണ്. ഒരൊറ്റ പോക്ക് പോയാൽ പിന്നെ പുറകിലുള്ള വന്നോ ഇല്ലയോ ഒന്നും നോക്കത്തില്ല. ചില ഭർത്താക്കന്മാർ പോകുന്ന പോലെ. ഞാൻ നടന്നു പോവുകയാണെങ്കിൽ കൂടെ ജയിനോട് പറയടി ഒന്ന് കൂടെ വാടി കൊച്ചേ. നമുക്ക് ധൃതിയുള്ള സ്റ്റെപ്പാണ് നമ്മുടെ. സ്തോത്രം, ഗ്ലോറി. യേശു കർത്താവ് അതിനേക്കാൾ മിഷൻ ഓറിയൻറ്റഡാണ്, ഭയങ്കര ധൃതിയാണ്. ഇവളുടെ മുന്നേ കൂടി കയറി ഇന്നത്തെ പിടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പുറകിൽ കൂടി ചെന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെ പിടിക്കാൻ? ഭയങ്കര ക്രൗഡല്ലേ. അതും ദീനം അതികഠിനമായ വിഷയത്തിൽ പോവുകയാണ്. മരിച്ചെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ. അപ്പോൾ പിടിക്കാൻ വലിയ പ്രയാസമാണ്. പുറയുന്ന ചെല്ലണം. പുറയുന്ന ആരൊക്കെയാ? യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ സർക്കിൾ മിക്കവാറും പത്രോസ്, യാക്കോബ്, യോഹന്നാനും ഒരിക്കലും ഒറ്റ ഒരുത്തനെ കയറ്റി വിടത്തില്ല. ഉത്തരം യേശു കർത്താവിനെ പോലും പുള്ളിയുടെ ഉത്തരവാദിത്തത്തിലേക്ക് നടത്താത്ത പാർട്ടിയായി പത്രോസ്. കർത്താവ് ഞാൻ ഉള്ളപ്പോൾ നീയെ മരിക്കാൻ പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. യേശു കർത്താവിനെ അവർ പഠിപ്പിച്ചു കളയും. അപ്പോൾ ഒരു പ്ലേസ് കിട്ടത്തില്ല. അതിൻ്റെ തൊട്ട് പുറകെ അടുത്തത്, അതിന് തൊട്ട് പുറകെ 72, അതിൻ്റെ തൊട്ട് പുറകെ 500, അതിന് തൊട്ട് പുറകെ 5000, ഇങ്ങനെ നിൽക്കുക. ഇതിനെയൊക്കെ മാറ്റിയിട്ട് എന്നവിടെ ചെല്ലാനാണ്? ഇവരുടെ സ്പീഡിനേക്കാൾ വലിയ സ്പീഡാണ് യേശുവിൻ്റേത്. യേശുവിൻ്റെ സ്പീഡിനേക്കാൾ വലിയ സ്പീഡായെങ്കിൽ അങ്ങോട്ട് ഇടിച്ച് കയറാൻ ഒക്കത്തുള്ളൂ പുരുഷാരത്തിലേക്ക്. ലോറി അതിൻ്റെ ഇടയ്ക്ക് തള്ളും ഉന്തും ചവിട്ടും ഒക്കെ വരും. ആമേൻ, ഗ്ലോറി. ഞാനിത് ആരോട്ട് പറയാം, രണ്ടുപേര് മുമ്പിലുണ്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ ഇനി അടുത്ത ആഴ്ച ആട്ടുന്ന വെച്ച് പോകുന്ന ടീമുകളാണ് നിങ്ങൾ. അന്നേരം ആ ചവിട്ടും തുപ്പും ആട്ടും വേണേൽ മതി. ചിലതിൻ്റെ അകത്തിതങ്ങോട്ട് കയറിയാൽ പിന്നെ അവർ സമയം നോക്കത്തില്ല, അവർ ആഹാരം നോക്കത്തില്ല, അവർ സൊഫിസ്റ്റിക്കേഷൻ നോക്കത്തില്ല. നമുക്ക് നിർത്താം, അല്ല ഇവിടെ ഒന്നും തീരത്തില്ല. അവിടെ എന്ത് പറഞ്ഞു? യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ അല്ലേ? വായിച്ചേ. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. വസ്ത്രം തൊട്ടു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ വസ്ത്രം തൊടാൻ കിട്ടിയില്ല.
ഈ പ്രയർ ഷാളിൻ്റെ ആ ഷാളിന് ഫ്രിഞ്ചസ് ഉണ്ടോ? ടസിൽസ് ഉണ്ടോ? ഇതിൽ ടസിൽസ് ഉള്ള ഷാളുണ്ടോ? അടയിലുണ്ടോ? അതായത് ഈ എന്താ പറയുക, തൊങ്ങൽ പോലെ നീണ്ടു കിടക്കുന്ന നൂലുള്ള ഷാളുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ബ്രിങ് ഓൺ. അവൾ വാസ്തവത്തിൽ നമ്മൾ റൂട്ട് മനസ്സിലാക്കിയാൽ തൊട്ടത് ഈ ഞാൻ കിടക്കുന്നത്, അല്ലാതെ വസ്ത്രമൊന്നും കിട്ടിയില്ല. നീമാരെ സമ്മതിക്കരുത്. മുന്നേ നടക്കുന്നവർ സമ്മതിക്കില്ല. ഇതാ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. ഇതല്ല തൊട്ടത്. ഇതേ തൊട്ടാൽ എങ്ങനെ സൗഖ്യമാകുന്നത്? വസ്ത്രത്തെ തൊട്ടാൽ എങ്ങനെ സൗഖ്യമാകുന്നത്? ആമേൻ, ഗ്ലോറി. ഇവിടെ തൊട്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങളൊരു വാക്യം വായിക്കണേ. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 18:38 മുതലൊന്ന് വായിച്ചായിട്ട്. സംഖ്യ 18:38 മുതൽ വായിച്ച് നിർത്താം. വർഷിപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങൂ. വെയിറ്റ് 15:38 മുതൽ. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് അവർ തലമുറയായി, അവർ ജനറേഷൻ ബൈ ജനറേഷൻ, തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പുണ്ടാക്കുകയും, ഫ്രിഞ്ചസ്, ടസിൽസ്, തൊങ്ങലുണ്ടാക്കണം. കോൺതലക്കിലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. അതിന്റെ 4 മൂലയ്ക്കും, അതായത് ഒരു പുതപ്പ്, ആ പുതപ്പിന്റെ 4 സൈഡിലും. ഇതിപ്പോ 2 സൈഡുള്ള ഷാള. മോനെ ആ ഷാൾ ഒന്നുകൂടെ കാണിച്ചോളാം. സോറിടാ, നീങ്ങി വാ, നമുക്ക് നോക്കാം ഷാളൊക്കെ ഇവരൊന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതിന്റെ 2 സൈഡിലാണ് തൊങ്ങലുള്ളത്. പക്ഷെ വചനം എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ വസ്ത്രം ഉണ്ടാക്കുമ്പോൾ, അതായത് ഇത് വെറും വസ്ത്രമല്ല. അവർ വെറും വസ്ത്രത്തിൽ, ഉടുപ്പിൽ പോലും അവർ ഇന്നും ടെസിൽസ് ഉണ്ടാക്കാറുണ്ട് യഹൂദന്മാർ. എന്നാൽ ഇത് പറയുന്നത് പ്രയർ ഷാൾ വായിക്കാനുണ്ട്. പ്രയർ ഷാള് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ 4 കോണിലും എന്ത് വേണം? തൊങ്ങലുണ്ടാക്കണം. കോൺതലക്കിലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും, എന്നാൽ അതിന്റെ കോൺതലക്കിലെ പൊടിപ്പിൽ, അതിന്റെ 4 മൂലയ്ക്കുമുള്ള ആ തൊങ്ങലിൽ നീലച്ചരട്. അപ്പൊ 4 മൂലയ്ക്കും നീലച്ചരടും, ബാക്കിയുള്ളത് സാധാരണ ലിനൻ, വൈറ്റ് ആകുന്നതിനാൽ വൈറ്റ് തൊങ്ങലും ഉണ്ടാക്കണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. അപ്പൊ ഇത് ചുമ്മാ അത് ഉണ്ടാക്കാനല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. ഒരു സ്റ്റൈലിനോ ഫാഷനോ, അങ്ങോട്ട് നീങ്ങുന്നേ, ഫാഷൻ ഉണ്ടാക്കാനല്ല ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്തിനാ ഇത് 4 മൂലയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ 613 കൽപ്പനകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒരു ഗ്ലോറി ഒക്കെ ഒന്ന് പറ. അപ്പൊ ഒന്നാമത്തെ തൊങ്ങലോ, ഒന്നാമത്തെ കൽപ്പന എല്ലാം പിടിയോ? 23ാമത്തെ തൊങ്ങൽ, 23ാമത്തെ കൽപ്പന. 613ാമത്തെ തൊങ്ങൽ, 613ാമത്തെ കൽപ്പന. ഈ ഓരോ തൊങ്ങലും അവരോട് ദൈവം പറഞ്ഞ ഓരോ ദൈവവചനത്തിന്റെ ഓർമ്മയാണ്. ഇതെന്തിനു വേണ്ടിയാ? അവനവൻ ഉണ്ടാക്കി അവനവൻ ധരിക്കുമ്പോ അവനവൻ തെറ്റ് ചെയ്യാതിരിപ്പാൻ. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്തേക്കണം. ഇത് 612, ഇത് 611, ഇത് 1, ഇത് 10. ഇത് പറയുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം എന്തൊരു പാർട്ടിയാ! ദൈവത്തിന്റെ വചനം നമ്മൾ മറന്നു പോകുന്ന അറിയാം. അതുകൊണ്ട് വെറുതെ പറയാ, അതിൽ യേശുവിൻ്റെ പ്രാർത്ഥനാ ഷാളിലെ തൊങ്ങല്ല അവൾ തൊട്ടത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തെ പ്രതിനിധീകരിക്കുന്ന തൊങ്ങലിലായിരിക്കും അവൾ തൊട്ടത്. വചനം പറയുന്നു, ഉടനെ ശക്തി പുറപ്പെട്ടു. വിശ്വാസം വചനത്താൽ, വചനം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ അഭിഷേകമുള്ള വചനത്താൽ വരുന്നു. കേട്ടാൽ നീ അതിന് പിന്നാലെ പ്രവർത്തിക്കണം. ഹോത്രം ചെയ്ത്. അപ്പൊ അവള് ചുമ്മാതല്ല വന്നത്, അവൾക്ക് നന്നായിട്ട് വചനം അറിയാം.
അവൾ സംഖ്യ 15 നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഏറിയോന് സഹിച്ചിട്ടും വചനം കൈവിട്ടിട്ടില്ല. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. മുഴുവൻ സമ്പത്തും കൈവിട്ടിട്ടും വചനം കൈവിട്ടിട്ടില്ല. തൊങ്ങല് പോലെ ഞാൻ കിടക്കുന്ന ആ വസ്ത്രത്തിന്റെ തൊങ്ങലിനെ പ്രതികരിക്കുന്ന ദൈവവചനത്തിലെ വിശ്വാസത്താൽ അവൾ അതിനെ സ്പർശിച്ചപ്പോൾ യേശുവിന് പോലും തൻ്റെ ശക്തി പുറത്തേക്ക് ബഹിർഗമിക്കാതെ തടയാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, നിങ്ങൾ ദൈവവചനത്താലാണ് ദൈവത്തിന്റെ ശക്തിയെ സ്വീകരിക്കേണ്ടത്. ആമേൻ ആമേൻ ആമേൻ. ഒന്നെഴുന്നേറ്റ്. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നോർ നമ്മുടെ മുന്നേ പോകുമ്പോൾ നമുക്കെന്തു ഭയം? അവന്റെ പിന്നാലെ വിശ്വാസത്താൽ വചനമനുസരിച്ച് നീ പോയാൽ. വർഷിപ്പ് ടീം, പ്ലീസ് ബി ഓൺ ദ സ്റ്റേജ്. നന്നായിട്ട് കർത്താവിനെ ആരാധിക്കൂ, നന്നായിട്ട് വചനമനുസരിക്കൂ. ഞാൻ ഈ പ്രാർത്ഥന ആശീർവാദം കഴിയുമ്പോൾ പ്രാർത്ഥിപ്പാനുണ്ട്. നിങ്ങൾ കടന്നു വരും, ഞാൻ പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലെസ് us. ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. പിൻപേ പോയിടാം, വചനങ്ങൾ പാലിക്കാം. പിൻപേ പോയിടാം, വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധി
വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും തൻ പിൻപേ പോയിടാ. തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ ഓഹോ തൻ വചനങ്ങൾ കർത്തൻ വരവിൽ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൽ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ഓ കർത്തൻ വരവിൽ രമലന്തേ രമലാരി രമനശാരമല. ഓ കർത്തൻ വരവിൽ വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൽ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ഓഫറിംഗ് എടുങ്ങും. ഓഫറിംഗ് വോളണ്ടിയേഴ്സ് വന്നാട്ടെ പ്ലീസ്. ഓ വിശ്വാസത്തിൻ